ഓം അഗത്തീശ്വരായ നമഃ. എല്ലാവർക്കും വണക്കം. നക്ഷത്രങ്ങളുടെ പ്രത്യേക സ്വഭാവങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില കാര്യങ്ങൾ ചില നക്ഷത്രങ്ങളിൽ സ്റ്റാർട്ട് ചെയ്താൽ തന്നെ ഫസ്റ്റ് സ്റ്റേജിൽ അതിന് തടസ്സം വരും. അതുപോലെ ഇപ്പം ഞാൻ പറയാൻ പോകുന്ന നക്ഷത്രങ്ങളിൽ ജനിക്കുന്നവരാണെങ്കിൽ ഒരു കാര്യം തുടങ്ങാനായിട്ട് വലിയ പാടായിരിക്കും. ആരെങ്കിലും അത് സ്റ്റാർട്ട് ചെയ്ത് കൊടുത്താൽ, ആരെങ്കിലും തുടക്കം ഇട്ട് കൊടുത്താൽ ആ കാര്യം വളരെ സ്മൂത്തായിട്ട് പോവുകയും ചെയ്യും. ഇപ്പോൾ പറയാൻ പോണ നക്ഷത്രങ്ങളിൽ ജനിച്ചവർ ഒരു കാര്യം ചെയ്ത് ഒരു കാൽ ഭാഗം എത്തിക്കഴിഞ്ഞാൽ പിന്നീട് സ്മൂത്തായിട്ട് പോകും. പറയാൻ പോണ നക്ഷത്രങ്ങൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അത് തലയറ്റ നക്ഷത്രങ്ങളാണ്. തലയറ്റ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് നോക്കാം. പുണർദം, പുനർപൂസം എന്ന് പറയും, വിശാഖം, ഉരുട്ടാതി. പുണർദം, വിശാഖം, പുരുട്ടാതി നക്ഷത്രങ്ങളാണ് തലയറ്റ നക്ഷത്രങ്ങൾ. ഇതില് വിശാഖത്തിലോ പുരുട്ടാതി നക്ഷത്രത്തിലോ ഒരു ശുഭകാര്യവും ചെയ്യാറില്ല. തന്നെ രോഹിണിമാനും മൗത്രാത്തവും എന്ന് പറയുന്ന പ്രമാണം അനുസരിച്ചിട്ട് ശുഭകർമ്മനെ ഊന്നാളുകൾ നല്ലായി വരും എന്നൊക്കെ പറയുന്നത് അനുസരിച്ചിട്ട് നല്ല കാര്യങ്ങൾക്ക് അന്നപ്രാശനത്തിനുള്ള അന്നം കിട്ടുന്ന നക്ഷത്രങ്ങളായ ഊന്നാളുകളാണ് എടുക്കാറ്. അപ്പോൾ വിശാഖം പുരുട്ടാതി അതിൽ നിന്ന് ഒഴിവാക്കാറുണ്ട്. അപ്പോൾ പുണർദം നക്ഷത്രത്തിൽ ആ നക്ഷത്ര ദിവസം ഒരു ശുഭകാര്യം തുടങ്ങുകയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റേജ് ഒക്കെ ആരെങ്കിലുമൊക്കെ സഹായിക്കാനുണ്ടെങ്കിലോ ആരെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിലോ ഈ ദിവസം സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ എന്ത് പറ്റും, അതവിടെ ഇടും. ആ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ സ്റ്റോപ്പ് ചെയ്യേണ്ട അവസ്ഥ വരും. അപ്പോൾ ഏതെങ്കിലും പ്രോജക്ട്സുകളൊക്കെ ആണെങ്കിൽ തന്നെയും കുറെ എംപ്ലോയീസ് ഒക്കെ ഉണ്ട്, ആ കുറെ പേരെ ഹെൽപ്പൊക്കെ ഉണ്ടെങ്കിൽ ഈ ദിവസം സ്റ്റാർട്ട് ചെയ്യാം. കാരണം തലയറ്റതാണ്, തലയുടെ ഭാഗമാണ് അറ്റിരിക്കുന്നത് ഈ നക്ഷത്രത്തിന്റെ. അതായത് ഒരു ക്വാർട്ടർ, ഫസ്റ്റ് കാൽഭാഗം ശരിയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ബാക്കി എങ്ങനെയും അവർ കംപ്ലീറ്റ് ചെയ്യും. ഈ നക്ഷത്രത്തിൽ ജനിച്ച ആളുകളുടെ പ്രത്യേകത ഇതാ. തുടക്കം വലിയ പ്രശ്നം. തുടങ്ങി ഒന്ന് മൂവ്മെന്റ് ആക്കി കഴിഞ്ഞാൽ അവർ പിന്നെ അത് നിർത്താതെ കണ്ടിന്യൂസ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യും. ഇവരേത് കാര്യവും ഫസ്റ്റ് സ്റ്റേജിലായിരിക്കും അവസാനിപ്പിക്കാറ്. ആ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞാൽ ഒരു കാര്യത്തെ 4 സ്റ്റേജ് ആയിട്ട് എടുക്കുമ്പോഴാണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് ദ ഫസ്റ്റ് ക്വാർട്ടർ. ഇഫ് ദേ ട്രെസ്പാസ് ദ ഫസ്റ്റ് ക്വാർട്ടർ they will complete it at any cost. അപ്പൊ ഈ പുണർദം, വിശാഖം, പുരുട്ടാതി എന്തുകൊണ്ടാ തലയറ്റ എന്ന് പറയാൻ കാര്യം? മുന്നത്തെ വീഡിയോയിൽ നക്ഷത്രങ്ങളുടെ ഓരോന്നിന്റെയും പ്രത്യേകതകൾ പ്രമാണ സഹിതം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ കാലറ്റ നക്ഷത്രങ്ങൾ പറഞ്ഞ് തലയറ്റ എന്ന് പറയാൻ കാര്യം പുണർദം വരുന്നത് മകീര, അര, തിരുവാതിര, പുണർദം, മുക്കാല്, പുണർദം, കാല്, പൂയം, ആയില്യം. ഈ പുണർദം നക്ഷത്രം 2 രാശിയിലേക്ക് കിടക്കുകയാണ്. ഇതിന്റെ തലഭാഗം, അതായത് ഇങ്ങനെയാണല്ലോ ഫ്ലോ, തലഭാഗത്ത് വെച്ച് ഇത് മുറിഞ്ഞു പോയി. തലഭാഗം കർക്കിടക രാശിയിലും മുക്കാൽ ഭാഗം മിഥുന രാശിയിലാണ്. അപ്പൊ തല വെച്ച് മുറിഞ്ഞു. വിശാഖം ഇതുപോലെ തന്നെ. വിശാഖം കാല്, അനീഴം, തൃക്കേട്ടയാണ് ഇവിടെ വന്നത്. ഇവിടെ ചിത്തിരയിലര, ചോതി, വിശാഖം, മുക്കാല്. അപ്പൊ ഇവിടെയും തലയറ്റ്. പൂരുട്ടാതി അതേപോലെ തന്നെ. അവിട്ടത്തറ, ചതയം, പൂരുട്ടാതി, മുക്കാല് ഇവിടെ വരും. പൂരുട്ടാതി, കാല്, ഉത്തട്ടാതി, രേവതി. അപ്പൊ ഇവിടെയും തലയറ്റ്. ചുരുക്കി പറഞ്ഞാൽ ഒരു രാശിയുടെ ഡിഗ്രി ആയ 30 ഡിഗ്രിയാല് ഒരു നക്ഷത്രം മുറിയുകയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് അസ്ട്രോണമിക്കലി. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ആകാശത്ത് നമ്മൾ നോക്കുമ്പോൾ കാണുന്ന ഒരു നക്ഷത്രം അല്ല നമ്മുടെ ട്രഡീഷണൽ അസ്ട്രോളജി, വേദിക് അസ്ട്രോളജി പ്രകാരം ഒരു നക്ഷത്രം എന്ന് കണക്കാക്കുന്നത് ഒരു നക്ഷത്രമല്ല എന്ന്.
അപ്പോൾ ഇപ്പൊ കാർത്തിക എന്ന് പറയുന്ന ഒരു നക്ഷത്രം എടുത്താൽ കുറെ നക്ഷത്ര കൂട്ടമാണ്. പുണർദം ഇപ്പൊ പറഞ്ഞ പുണർദം എന്ന് പറഞ്ഞാല് നമ്പർ ഓഫ് സ്റ്റാർസ് ഉണ്ട് അതില്. പുണർദം പൂന്തോണി കുഴലി എന്ന് പറയും. ഇങ്ങനെ ഒരു തോണിയുടെ ആകൃതിയിൽ ഇങ്ങനെ കിടക്കുന്ന നക്ഷത്ര ഗണങ്ങളാണ് പുണർദം. അപ്പോൾ ഓരോ ഷേപ്പ് ഉണ്ടാവുന്നത് പല എണ്ണം നക്ഷത്രങ്ങൾ കൂടിച്ചേർന്നാണ്. അപ്പൊ നക്ഷത്ര കൂട്ടം ഒരു ഷേപ്പ് ഉണ്ടാകുമ്പോൾ ആ ഒരു ഷേപ്പിലുള്ള നക്ഷത്രത്തെയാണ് ഓരോരോ പേരുകളിൽ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അശ്വനി എന്ന് പറയുന്നത് അതിന് ഒരു ഷേപ്പ് കൊടുത്തിരിക്കുന്നത്. കുതിരയുടെ ഷേപ്പ്, ഭരണിയുടെ ഷേപ്പ്, കാർത്തികേ ജ്വാല, അങ്ങനെ ഓരോന്നും, തേരായിക്കോട്ടെ, മാനിന്റെ തലയായിക്കോട്ടെ, ഏത് ഷേപ്പ് ആണെങ്കിലും 27 നക്ഷത്രത്തിന് ഷേപ്പ് ഒക്കെ നിങ്ങൾ ഓർത്തു വെച്ചേക്കണം. കാരണം ബലം പറയാനായിട്ട് ഇത് വളരെയധികം യൂസ് ചെയ്യുന്നതാണ്. നക്ഷത്രത്തിന്റെ രൂപം മാത്രമല്ല, നക്ഷത്രത്തിന്റെ കാരകത്വം വളരെ ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കണം. പലരും ഗ്രഹകാരകത്വം മാത്രം പഠിച്ചു വെക്കും. അത് ഗ്രഹത്തിന്റെ ചുമ്മാ സിമ്പിൾ കാരകത്വം, താത, ആത്മപ്രഭാവോ, ദ്യുമണി, മനോമാതൃ, ശീതൃഷ്ണ, ഇങ്ങനെ സിമ്പിൾ പ്രമാണം മാത്രം പഠിച്ചു വെച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള ബലപ്രവചനം സാധ്യമാവണമെന്നില്ല. അപ്പോൾ ഓരോ നക്ഷത്രത്തിന്റെ സ്വഭാവം പഠിച്ച് വെക്കണം. അപ്പൊ നക്ഷത്രത്തിന്റെ സ്വഭാവത്തില് ഓരോ നക്ഷത്രത്തിന്റെ സ്വഭാവം, അതിന്റെ രൂപം കണ്ടിട്ട് നമുക്ക് കുറച്ചധികം ഡീകോഡ് ചെയ്തെടുക്കാം. ഇതെല്ലാം കാണാണ്ട് പഠിക്കാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഞാൻ ആദ്യം വീഡിയോ ഇട്ട് തുടങ്ങിയ സമയത്ത് ആദ്യത്തെ വീഡിയോ ഒക്കെ നോക്കിയാൽ അറിയാൻ പറ്റും. ഓരോ നക്ഷത്രം പ്രമാണം പറഞ്ഞിട്ടാണ് അതിന്റെ സ്വഭാവം പറഞ്ഞേക്കണം. ഒക്കെ ഞാൻ ചെറുപ്പകാലത്തിലെ 1996 കാലഘട്ടത്തിലൊക്കെ ജ്യോതിഷം പഠിച്ച സമയത്ത് കാണാണ്ട് പഠിച്ചിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അതിങ്ങനെ ചില ബുക്കുകളുണ്ട്, ഒരു 6-7 ബുക്കുകൾ നമ്മൾക്ക് കാണാണ്ട് പഠിച്ചൊക്കെയാണ് ജ്യോതിഷം അന്ന് വശമാക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രമാണങ്ങളാണ്. പക്ഷെ ആ തരത്തിലല്ല വേണ്ടത്. ലോജിക്കലായിട്ട് നമുക്ക് ഏത് സമയത്ത് ഇത് ഓർത്തിരിക്കാനുള്ള ചില ടെക്നിക്സ് ഉണ്ട്. അങ്ങനെ പഠിച്ചാൽ മാത്രമേ നമുക്ക് ബലം പറയാനായിട്ട് പറ്റത്തുള്ളൂ. ഒരാളുടെ ജാതകം നോക്കി അവൻ ഇന്ന സംഭവിക്കുന്നു പറയണമെങ്കിൽ നമുക്ക് ലോജിക്കലായ ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം. അപ്പൊ അതുകൊണ്ടാണ് ഇത്ര ലോജിക്കലായിട്ട് ഇത് തലയേറ്റത് എന്ന് പറഞ്ഞാൽ എന്തുവാണെന്ന് പറഞ്ഞത്. തലയേറ്റ നക്ഷത്രത്തില് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആരെങ്കിലും സപ്പോർട്ട് വേണമെന്ന് പറഞ്ഞത്. സ്റ്റാർട്ട് ചെയ്തൊരു കാൽഭാഗം കൊണ്ട് നിങ്ങളൊരു പരിപാടി അവസാനിപ്പിക്കുകയാണെങ്കിൽ വീണ്ടും അത് മുന്നോട്ട് പോവുക. കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ ആഫ്റ്റർ ദി ഫസ്റ്റ് ക്വാർട്ടർ യു വിൽ കംപ്ലീറ്റ് ഇറ്റ്, നോ പ്രോബ്ലം. അപ്പൊ അത് വീണ്ടും ട്രൈ ചെയ്ത് കംപ്ലീറ്റ് ആക്കാൻ നോക്കാം. ഒരു പരിപാടി നമ്മൾ ആരംഭിക്കുമ്പോൾ തന്നെ നിർത്താൻ സാധ്യതയാണ് ഇവര്. അപ്പോ നമ്മൾ മുഹൂർത്തം കുറിക്കുമ്പോഴും ഈ തലയേറ്റ നക്ഷത്രത്തിൽ മുഹൂർത്തം കുറിക്കാനായിട്ട് എടുക്കുന്നതാണ് പുണർവസു അഥവാ പുണർദം. പുണർദ നക്ഷത്രം നമ്മൾ ഫസ്റ്റ് ടൈമില് നിർത്തിപ്പോരാൻ സാധ്യതയുള്ള പ്രൊജക്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കേണ്ടതാണ്. അപ്പൊ ഇന്നേക്കുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി വേണം. ഓം അഗസ്ത്യശ്വരായ നമഃ.